ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ട്രെയിലർ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരു ട്രെയിലറെ കുറിച്ച് പറയാ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ടോവിനോ തോമസിൻ്റെ നടികർ എന്ന് പറഞ്ഞ കൂടെ ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീകോഡിംഗ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ലാൽ ജൂനിയർ, അതായത് ജീൻ പോൾ, ലാലാടി ചിത്രം, ഡാഷ് ചിത്രം, അത് മുൻ ചിത്രം ഐ ആം ടോണി, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയൊക്കെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ചെയ്യുന്ന ചിത്രമാണ് നടികർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോൾ ട്രെയിലർ പ്രധാനമായിട്ടും കാണിച്ച ടോവിനോ തോമസ്, ഭാവന, സോബിൻ സാഗിർ, അതുപോലെ തന്നെ ദിവ്യ പിള്ളൈ, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ് രഞ്ജിത്ത് തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മളിൻ്റെ ട്രെയിലർ പിന്നെ പറഞ്ഞിരുന്നു, ഒരു നടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോമഡിയും അതുപോലെ തന്നെ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രെയിലറിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നടികർ എന്ന് പറയുന്ന ടോവിനെ അവിടെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഒരു സ്റ്റാറാണ്. ഇതിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ സ്വയം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി, യൂത്ത് സ്റ്റാർ എന്നൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു IPS ഓഫീസറായിട്ട് ഡയലോഗ് പറഞ്ഞ സീനാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭിനയം പ്രകടനം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ 3 ചിത്രങ്ങൾ ചെയ്ത് പറയുന്നത്, 3 ചിത്രങ്ങളൊന്ന് ഇൻഡസ്ട്രി ഹിറ്റും മറ്റെല്ലാം സൂപ്പർ ഹിറ്റാന്ന് പറയുന്നുണ്ട്. 4ാം ചിത്രം തൊട്ട് അധികം പൊട്ടിയെന്നും പറയുന്നുണ്ട്. ഇതെനിക്ക് സോബിൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ന് സൂപ്പർ സ്റ്റാർ ആയോ അതോടുകൂടി തീർന്നു നിങ്ങളുടെ ജീവിതം എന്നും പറയുന്നുണ്ട്. കാരണം നമ്മൾ സൂപ്പർ സ്റ്റാർ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഒരു ട്രാപ്പിൽ ചെന്ന് പെടുന്നതാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ കാർ ഓടിക്കുന്ന ഭാഗത്ത് ഒരാളെ കാർ കയറ്റി പോകുന്ന ഒരു ഭാഗമായി കാണിക്കുന്നുണ്ട്. അതും പറയുന്നുണ്ട്, എൻ്റെ അബദ്ധവശാൽ എനിക്കൊരു അബദ്ധം പറ്റി എന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാനായിരുന്നില്ല ആ കാർ ഓടിച്ചെന്നും പറയുന്നുണ്ട് ഒരു മീഡിയയിൽ വെച്ചിട്ട്. ഇതിൽ മുന്നത്തെ ടീച്ചറിൽ പറയുന്നുണ്ട്, താനൊക്കെ ഇവിടുത്തെ നടന്നൊക്കെ മുന്നേ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ടൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് താരതമ്യം ചെയ്യും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രത്യേക കഥാപാത്രം നമ്മുടെ സുരാജ് പിന്നീട് നടക്കുന്നു, അതൊക്കെയായിട്ട് ചെറിയ സീൻസൊക്കെ എവിടെയൊക്കെയോ കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം പകുതി മുക്കാലും ആ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് നമ്മുടെ ലാൽ ജൂനിയർ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അതൊരു മുകളിലാണ് ഈ പടം പിടിച്ചിട്ടുള്ളത്. സിനിമയും അതുമായി ബന്ധപ്പെട്ടുള്ള ആരാധനയും പ്രശ്നവും കാര്യങ്ങളും മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വ്യക്തി പ്രധാനമായിട്ടും സ്ത്രീ വിഷയത്തിൽ വളരെ പ്രാധാന്യമുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട് ടോവിനെ. കാരണം ഒരുപാട് ആൾക്കാരെ സീനായിട്ട് സീൻ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാവനയായിട്ട് മുന്നേ ഇഷ്ടത്തിലായിരിക്കാം, ഭാവനയായിരിക്കും ചിലപ്പോൾ ഒരു ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഈ കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് തീർച്ചയായിട്ടും നിനക്ക് കിട്ടുമെന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ ടോവിനോട് ആയിരിക്കും എന്ന് ചെറിയ സംശയമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അവസരമായി പറയുന്നുണ്ട് നമ്മുടെ സബിൻ സാറിനോട്, നമ്മുടെ ലാലാട്ടൻ വിരൽ കൊണ്ട് അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ എനിക്ക് എന്തൊരു കഥാപാത്രം ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടുപേരും ചിരിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. മുന്നോടിയായിട്ട് രഞ്ജിത്ത് ചൂടാവുന്നുണ്ട്. അദ്ദേഹം ഡയറക്ടറാണ് ചിത്രത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ താൻ എന്താ ഫസ്റ്റ് ഡിവോഴ്സ് ആണോ ചോദിക്കുന്നത്, തൻ്റെ മൊത്തം ഇമോഷൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ചൂടാവുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു പട്ടാളമായിട്ടൊരു വെടിവെക്കുന്ന ഭാഗം കാണിക്കും. ഇതൊക്കെ മൊത്തം സിനിമയുടെ ഭാഗമായിട്ട് കാണിച്ചിട്ടുണ്ടാവുക. എനിക്കൊന്ന് ഈ കഥാപാത്രം ടോവിനോ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ഒരുപാട് എന്താ പറയുക സങ്കടം അനുഭവിച്ചുള്ള ആംഗിളായിരിക്കാം. അതിൽ നിന്നും അദ്ദേഹം വളർന്നു വന്നൊരു സ്റ്റാർ ആയിരിക്കാം. പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഇതിന് മുമ്പ് ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര ഇമോഷണലായിട്ട് ഹണ്ട് ചെയ്യുന്നൊരു പാട്ടാണെന്നും. ടീച്ചർ വന്നപ്പോൾ അത് രണ്ടും കണക്റ്റായി. ഇപ്പോൾ തന്നെ ഈ ട്രെയിലറിലും തുടക്കത്തിൽ ആ വ്യക്തിയെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വ്യക്തിയോടുള്ളൊരു ദേഷ്യമായിരിക്കും ടോവിനോയുടെ മനസ്സിൽ നീറിപ്പോയെന്നും പിന്നീട് അദ്ദേഹം വലിയ ആളായി മാറുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും നടികർ നടിച്ച് നേടുമോ ഈ വിജയം നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ മെയ് 3-ാം തീയതിയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് ഡേ കാണുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ ട്രെയിലറെ കുറിച്ച് അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെയും പോലത്തെ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ കാത്തിരിക്കുക. ഇതുവരെയും ബൈ ഫ്രണ്ട്സ്.